മലയാള സിനിമയിലെ ഒരു അത്ഭുത പ്രതിഭാസമായിട്ടാണ് ശ്രീനിവാസനെ പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതിന്റെ പ്രധാന കാരണം അഭിനേതാവെന്ന നിലയ്ക്ക് അദ്ദേഹം 225-ലധികം സിനിമകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. 50-ലേറെ സിനിമകൾക്ക് തിരക്കഥ ഒരുക്കിയിട്ടുമുണ്ട്. ഇങ്ങനെ രണ്ട് രീതിയിൽ മലയാള സിനിമയിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച മറ്റൊരു കലാകാരനില്ല എന്ന് പറയാം. ശ്രീനിവാസൻ ഒരു അത്ഭുത പ്രതിഭയായിട്ട് തോന്നാനുള്ള പ്രധാന കാരണം ഇതൊന്നുമല്ല, അദ്ദേഹം സംവിധാനം ചെയ്ത 2 ചിത്രങ്ങളാണ്. അദ്ദേഹത്തിന്റെ കരിയറിൽ ആകെ അദ്ദേഹം സംവിധാനം ചെയ്തതും ഈ 2 ചിത്രങ്ങളാണ്. അതിൽ ആദ്യത്തേത് 1989 പുറത്തിറങ്ങിയ വടക്കുനോക്കി യന്ത്രമാണ്. ശ്രീനിവാസൻ തന്നെ തിരക്കഥ രചിച്ച ഈ ചിത്രം മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സൈക്കോളജിക്കൽ ചിത്രമെന്ന് പറയാം. ശ്രീനിവാസനെ സംബന്ധിച്ച് പിന്നീട് ഒരു ചിത്രം അദ്ദേഹം സംവിധാനം ചെയ്യുന്നത് 9 വർഷങ്ങൾക്ക് ശേഷമാണ്. 1998 പുറത്തിറങ്ങിയ ചിന്താവിഷ്ടയായ ശ്യാമളയായിരുന്നു ആ ചിത്രം. ഈ ചിത്രവും മലയാളത്തിലെ തീർത്തും വ്യത്യസ്തമായ രീതിയിലുള്ളൊരു ആക്ഷേപഹാസ്യ ചിത്രമാണ്. ഈ 2 സിനിമകളും മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചിത്രങ്ങളുടെ കൂട്ടത്തിലാണുള്ളത്. ശ്രീനിവാസൻ എന്തുകൊണ്ട് കൂടുതൽ ചിത്രങ്ങൾ സംവിധാനം ചെയ്തില്ല എന്നുള്ളത് വലിയ ചോദ്യമാണ്. കാരണം മലയാളികളെ സംബന്ധിച്ച് കൂടുതൽ മികച്ച ചിത്രങ്ങൾ സമ്മാനിക്കുവാൻ കഴിവുള്ള സംവിധായകനായിരുന്നു ശ്രീനിവാസൻ. എഴുത്തിൻ്റെയും അതുപോലെ അഭിനയത്തിൻ്റെയും ഒക്കെ തിരക്കിലായത് കാരണമായിരിക്കാം അദ്ദേഹം കൂടുതൽ സിനിമകൾ സംവിധാനം ചെയ്യാതെ പോയത്. എന്തായാലും മലയാളികൾക്ക് അത് വലിയൊരു നഷ്ടമാണ്. കൂടുതൽ ചിത്രങ്ങൾ ശ്രീനി 90കളിലും 2000-ത്തിലൊക്കെ സംവിധാനം ചെയ്തിരുന്നെങ്കിൽ മലയാളികൾക്ക് ഓർത്ത് ചിരിക്കാനും ഓർത്ത് ചിന്തിക്കാനും ഒക്കെയുള്ള ഒരു പിടി നല്ല സിനിമകൾ ലഭിച്ചേനെ.